നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. കൃപയിലേക്ക് പ്രവേശനം വിശ്വാസത്താൽ ലഭിച്ചു. ഭയങ്കര സംഗതി അതൊക്കെ. ആഴമായിട്ട് ഇരുന്ന് പഠിച്ച് ധ്യാനിക്കേണ്ട ഭാഷകൾ അതൊക്കെ. കൃപയിലേക്ക് ഒന്ന് കയറിയത് എങ്ങനെയാ? വിശ്വാസത്താല. ഭയങ്കര സംഗതിയാണ് കേട്ടോ. ദൈവകൃപയുള്ള കൂട്ടായ്മയിലേക്ക്, ദൈവകൃപയുടെ ആ വലയത്തിനകത്തേക്ക്, ആ സുരക്ഷിത വലയത്തിനകത്തേക്ക്, ദൈവകൃപയുടെ മതിൽക്കെട്ടിനകത്തേക്ക് നാം എങ്ങനെ കയറി? ഓർത്തു നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം പോകുന്ന പല വഴിക്കും ഈ കൃപയുടെ പരിപാലനം ഉള്ളതുകൊണ്ടാണ് നമ്മൾ തകരാതെ നിൽക്കുന്നത്. ഈ കൃപയ്ക്കകത്ത് നമ്മെ കൊണ്ടുവന്ന ദൈവത്തെ എങ്ങനെ സ്തുതിക്കാതിരിക്കും? കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു. വായിച്ചോ. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അവിടെയാണ് നമ്മുടെ വിഷയം. അങ്ങനെ കൃപ വന്നവർക്കാണ് തേജസ്സിന്റെ പ്രതീക്ഷ. പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് കയറാൻ പോവാ. അടുത്ത വാക്യം. അത് തന്നെയല്ല കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും. ഒരു സംശയം ചോദിച്ചോട്ടെ. വിശ്വാസം നീതീകരിക്കപ്പെട്ടു, കൃപയിലേക്ക് പ്രവേശനം ലഭിച്ചു, ദൈവത്തോട് സമാധാനമായി, തേജസ്സിന്റെ പ്രത്യാശയായി, പിന്നെ എന്തിനാ കഷ്ടതയുടെ കാര്യം പറയുന്നത്? കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെ ഉളവാക്കുന്നതെന്ന് അറിഞ്ഞ് അയ്യടാ, അപ്പൊ തേജസ് കിട്ടിക്കഴിഞ്ഞ് കഷ്ടതയുണ്ടോ? അവിടെയാണ് പ്രശ്നം വരാൻ പോകുന്നത്. അതാണ് ഈ കാലഘട്ടത്തിലെ ദൂത്. ഇത് ഗ്രഹിക്കണം. റോമർ 5:1 വിശ്വാസം, നീതീകരണം, ദൈവകൃപ, ദൈവ തേജസ്, ഇത്ര സംഗതി വന്നു. വിശ്വാസം, നീതീകരണം, സമാധാനം, ദൈവകൃപ, ദൈവ തേജസ്. 5 കാര്യം വന്നു. 5 കാര്യം കേട്ടോ. റോമർ 5:1-2 വാക്യങ്ങളിൽ 5 കാര്യം ദൈവമക്കൾക്ക് കിട്ടി. വിശ്വാസത്തിലാണോ? അതെ. നീതീകരിക്കപ്പെട്ടോ? അതെ. ദൈവത്തോട് സമാധാനമുണ്ടോ? ഉണ്ട്. കൃപയിലാണോ? അതെ. തേജസ് കിട്ടി? കിട്ടിയെന്ന് പറയാം. പിന്നെ ഇതിനെ കഷ്ടതയുടെ കാര്യം? അവിടെയാണ് പ്രശ്നം. വളരെ ശ്രദ്ധിച്ചു പഠിക്കണം, വളരെ ശ്രദ്ധിച്ചു പഠിക്കണം. അടിസ്ഥാന വേദ സത്യങ്ങളായി പറയുന്നേ. അത് തന്നെയുമല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിൽ പ്രശംസിക്കുക. ഞാനൊരു ചോദ്യം ചോദിക്കാം. രക്ഷിക്കപ്പെട്ടപ്പോൾ കഷ്ടത മാറിയോ? ഉത്തരം പറയണ്ട, കാരണം ഇത്രയും വലിയ ഓഡിയൻസിൽ ആരൊക്കെയാ ഉത്തരം പറയുന്നത്? പക്ഷെ ഏതാണ്ടത് മാറിയിട്ടുണ്ട്. ഇത് ബൈബിൾ ക്ലാസ് അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ തന്നെ പറയാം. കഷ്ടത മാറിയില്ല, പക്ഷെ കഷ്ടതയെ കുറിച്ചുള്ള എൻ്റെ അറിവ് മാറി. വാക്യത്തിലുണ്ട് അറിവെന്ന വാക്ക് അവിടെയുണ്ട്. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ്. അപ്പോ കഷ്ടതയെ കുറിച്ചുള്ള എൻ്റെ നോളജ് മാറി. ഞാൻ വേറെ ഭാഷ പറയാം, കാഴ്ചപ്പാട് മാറി. എന്ത് ചെയ്യുന്നു? പ്രശംസിക്കുന്നു. നേരത്തെയോ പ്രാകുന്നു, പിറുപിറുക്കുന്നു, ശപിക്കുന്നു, വല്ലവരുടെ തലയെ വെക്കുന്നു. ഈ വല്ലവരുടെ തലയിൽ വെക്കുന്ന പരിപാടിയുടെ ദോഷം എന്നാ നമ്മൾ അറിയുന്നില്ല. ഞാനതിനെ പറഞ്ഞുതരാം, സമയം എടുക്കേണ്ടി വരും എന്നുള്ളതേ ഉള്ളൂ. എൻ്റെ അടുക്കൽ 6 മാസം മുമ്പ് ഒരു കുടുംബ പ്രശ്നമായിട്ട് വന്നു. ഒരമ്മ മകളുടെ കാര്യം പറയാനാണ്. 2-3 മണിക്കൂർ പറഞ്ഞു. അവളുടെ ഭാഗത്ത് 1% പോലും നീതിയില്ല വാസ്തവേ. അതുകൊണ്ട് എനിക്ക് ഇനി ഇവളുടെ കൂടെ ജീവിക്കാൻ പറ്റിയായിരുന്നു. അവന് പരിഹാരം ഉണ്ടാക്കാം. അപ്പോൾ ഞാനും വൈഫും കൂടി ആയിരിക്കുന്നത്. വൈഫ് പറഞ്ഞു, അയ്യോ അമ്മച്ചി പറഞ്ഞ മുഴുവൻ ശരിയാണല്ലോ. അത് കഴിഞ്ഞ് മോളെ വിളിപ്പിച്ചു. മോള് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും തോന്നി മോള് പറഞ്ഞു മുഴുവൻ ശരിയാണ്. പിന്നെ എന്നാ ചെയ്തു? കാരണം അതുപോലെ കറക്റ്റായിട്ടാണ് മോള് പറയും. അമ്മയുടെ ഭാഗത്ത് യാതൊരു നീതിയില്ലെന്നാണ്. പിന്നെ എന്നാ ചെയ്യും? അവിടെ 2 പേരെയും കൂടെ കൂട്ടി സംസാരിച്ചില്ല. വീണ്ടും അമ്മയുടെ ഒറ്റയ്ക്ക് പറഞ്ഞു, ഇനിയൊരു കാര്യം ചെയ്തു, ഇനിയൊരു വിഷയം ഉണ്ടാകുമ്പോൾ അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു 2 കുറ്റം എഴുതി വെക്കണം. മോളുടെ എഴുതണ്ട, കാരണം മുഴുവൻ കുറ്റം മോളുടെ ആണല്ലോ. അമ്മയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള 2 കുറ്റം കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ ഭാഗത്ത് കുറ്റം ഉണ്ടെങ്കിലല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു കൈ തന്നെ കൂട്ടി ഒച്ച കേൾക്കുകയല്ലോ. ഒരു കൈ തന്നെ കൂട്ടി ഒച്ച കേൾക്കുകയല്ല. അതുകൊണ്ട് അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടായ 2 കാര്യം നോട്ട് ചെയ്ത് വെക്കണമെന്ന് പറഞ്ഞു.
മോളോട് പറഞ്ഞു നിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു 3 കാര്യം. രണ്ടുപേരും കേൾക്കല്ല പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ഭാഗത്തു നിന്നുള്ള കുറ്റമൊന്നും പറയരുത്. ഇനി അടുത്ത പ്രശ്നത്തിൽ നിന്റെ സംഭാവന 3 എണ്ണം എഴുതി വെച്ചേക്കണമെന്ന്. ഇത് 6 മാസമായി ഒരു അനക്കമില്ല. ആ 3 നോക്കണ്ട്. ഇതിനകത്തൊരു മനഃശാസ്ത്രമുണ്ട്. അവളുടെ കയ്യിലാ കുറ്റം എന്നുണ്ടെങ്കിൽ ആയുസ് മാറ്റാൻ നോക്കുകയില്ല. കാരണം അവളുടെ എന്നിലല്ലല്ലോ ഇരിക്കുന്നത്. എന്നിനെ കുറ്റം വേണ്ട, എനിക്ക് മാറ്റരുതോ? ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ വിഷയത്തിനകത്ത് നിന്റെ സംഭാവന കണ്ടുപിടിച്ചാൽ നിനക്കത് മാറ്റാം. ഇവിടെ മർക്കോച്ചന്റെ കുറ്റം കണ്ടുപിടിച്ചാൽ നിനക്ക് മർക്കോച്ചനെ മാറ്റാൻ പറ്റുമോ? നിനക്ക് നിന്നെ മാറ്റാം. ഭൂമിയിലാരെ നിനക്ക് മാറ്റാൻ നോക്കുകയില്ല. അപ്പോ ഇതിനു മുമ്പ് ഒരു പ്രയാസം വന്നാൽ നമ്മൾ ആരുടെ തലവെക്കും. അതുകൊണ്ട് നമുക്ക് അതിന്മേൽ ജയമില്ല. മനസ്സിലായോ? രക്ഷിക്കപ്പെട്ടവൻ കാഴ്ചപ്പാട് മാറുന്നു. നീ ഒരു വിഷയത്തിലായാൽ ഉടനെ നിന്നെ തന്നെ പരിശോധിക്കുക. സ്വയം ശോധന ചെയ്യ, തന്നെത്താൻ ശോധന ചെയ്യ. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ നീ ആരോട് പറയരുത്. നീ ഒറ്റയ്ക്ക് മുറിയിൽ കയറി കർത്താവേ എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോക്കണമേ, ഹല്ലേലൂയ, എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ, ഞാൻ നിർമ്മലനാകണം, നീ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ. വ്യസനത്തിനുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. ഞാൻ ഇങ്ങനെ പറയാം ആ വാക്യത്തെ, നിന്റെ വ്യസനത്തിനുള്ള മാർഗം നിന്നിലുണ്ടോ എന്നാ നോക്കേണ്ടത്, വേറെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണ്ട. നിന്റെ വ്യസനത്തിലുള്ള മാർഗം നിന്നിലുണ്ടോ എന്ന് നോക്കുക, വേറൊന്നും ചെയ്യണ്ട. ദൈവത്തിന് ആ വിഷയത്തിൽ നടപടിയുണ്ട്. ദൈവം ആ വിഷയത്തിൽ ഒരു മെസ്സേജ് നിനക്ക് തരും, ഒരു ലെസൺ നിനക്ക് തരും, ഒരു പുതിയ പാഠം നിന്നെ പഠിപ്പിക്കും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ക്ലേശിപ്പിക്കുന്നത്. ദൈവമക്കൾ കഷ്ടത്തിലൂടെ പോയാൽ അതിനൊരു അർത്ഥമുണ്ട്, അതിനകത്തൊരു ലെസൺ ഉണ്ട്, അതിനകത്തൊരു വിടുതലുണ്ട്, അതിനകത്തൊരു ദൈവ പ്രവൃത്തിയുണ്ട്, അതിനകത്തൊരു അസാധാരണ ദൈവ പ്രവൃത്തിയുണ്ട്. രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയിൽ വന്നു, സംഗതിയൊക്കെ ശരിയാ. പക്ഷെ പിന്നെ പൗലോസ് പറയാ കഷ്ടത, സഹിഷ്ണുത, സിദ്ധത, പ്രത്യാശ, പ്രശംസ. ചുരുക്കി പറഞ്ഞാൽ ഇപ്പൊ കഷ്ടതയിൽ ഞാൻ പ്രശംസിക്കുന്നു, നേരത്തെ കഷ്ടതയിൽ ഞാൻ പ്രാകുന്നു, ഞാൻ ശപിക്കുന്നു, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നു. ഇപ്പോൾ ഞാൻ കഷ്ടതയുടെ നടുവിൽ പ്രശംസിക്കുന്നു. കാരണം എന്താ? അകത്തൊരു ബോധ്യമുണ്ട്, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരത്തില്ല, എന്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരികയില്ല, എന്റെ ദൈവം അറിയാതെ എന്റെ തലയിലെ രോമം പോലും നിലത്ത് വീഴുകയില്ല. അതുകൊണ്ട് നമ്മുടെ കാഴ്ചപ്പാട് മാറുകയാണ്. കാഴ്ചപ്പാട് മാറുക, കഷ്ടതയെ കുറിച്ചുള്ള മനോഭാവം മാറുന്നു. ഇത് നന്മയ്ക്കാണ്, ഇത് നന്മയ്ക്കാണ്, ഇതിനകത്തൊരു നന്മയുണ്ട്, ഇതിനകത്തൊരു നന്മയുണ്ട്, ഇതിനകത്തൊരു നന്മയുണ്ട് എന്ന് നീ 1000 പ്രാവശ്യം പറ. ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാല് അങ്ങനെ ഈസി ആയിട്ടൊന്നും പോകാനും നോക്കത്തെ. അതായത് ഒരു വടംവലി ഞാനിങ്ങനെ കാണുക, അപ്പുറത്ത് 6 പേര് ഇപ്പുറത്ത് 6 പേര്, വെയിറ്റ് ഒക്കെ ഏറെക്കുറെ കറക്റ്റാ. വിസിൽ കൊടുത്തു, ആ വടം അനങ്ങുന്നില്ല, ഈ മനുഷ്യരാരും അനങ്ങുന്നില്ല, നിന്നോടൊന്ന് വയ്ക്കുക. കാരണം അതുപോലെ ബലം. അതിനിടെ ഇവിടെ ഒരു കൊച്ചു വീണു, ഈ വശത്ത് ഒരു കൊച്ചെങ്ങാണെന്ന് ചാടി വീണു, ഒച്ച വീണു. ഇതിന്റെ പുറകത്തെ അറ്റത്ത് നമ്മൾ ഇങ്ങനെ ഒന്ന് തിരിഞ്ഞു, മറ്റോ ജയിക്കുകയും ചെയ്യും.